ടിൻ 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 ടിൻ. പാര എവിടുന്ന സൈഡിൽ നിന്നൊക്കെ പാര വരുന്നുണ്ട്. എനിക്ക് പാര ഒന്നും മതി. നമുക്കത് പറയില്ല. അത് കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ. നാലാക്കി ഒരു മാങ്ങ എടുത്തിട്ട് നാലാക്കി കീറുക, ഒരു മുറി മാറ്റി വയ്ക്കുക. ആ ഒരു മുറിയാണ് മാങ്കോ മുറി. അതെനിക്കറിയാവുള്ളൂ. പക്ഷേ എൻ്റെ സിനിമയിലെ മുഖ്യ കഥാപാത്രം ജാഫർക്ക, ലാലി ചേച്ചി, സിബി തോമസ്, ശ്രീകാന്ത് മുരളി അവരാണ് മുഖ്യമായ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ബിനിച്ചേട്ടൻ വളരെ മനോഹരമായൊരു ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നുണ്ട്. പ്രിയാനി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വിഷ്ണു ഒരു വിശക്തി സംവിധാനം ചെയ്യുന്ന സിനിമ മാംഗോ മുറി. ആ പേരിനെ കുറിച്ച് പ്രധാനമായിട്ടും അല്ലേ, ആ പേരെന്താ അങ്ങനെ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ വിഷ്ണുവിൻ്റേതായിട്ടുള്ള മറുപടി പറയും. ആ പേരിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം അത് എക്സ്പോസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും സംശയമുണ്ട്. അതുകൊണ്ട് ഡയറക്ടറോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സിനിമ ഒരു കാര്യം, ഞാൻ ആ സിനിമയിലെ ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന സമയത്ത്, എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനില്ലായിരുന്നു. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജാഫറും നമ്മുടെ ലാലിയുമാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഡബ്ബിങ് ടൈമിലാണ് സിനിമയുടെ കുറേ പോർഷൻസ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ ടോട്ടൽ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചില പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യമെന്നോ വൈകൃതമെന്നോ ഒക്കെ പറയാതെ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. നമ്മുടെ ഒക്കെ ഉള്ളിലെ ചില വികാരങ്ങൾ ആണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ വ്യത്യസ്തമാവുന്നതും ആ നിലയ്ക്കാണ്. എന്നെ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് കഥ പറയാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്, ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അവിടെ എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് എൻ്റെ മോനും ഞാനും ഇരിക്കുമ്പോഴാണ് എൻ്റെ കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ആളുണ്ടായിരുന്നു, ജോൺസ് ഉണ്ടായിരുന്നു. കഥ കേട്ടു, എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോണ വഴിക്ക് എൻ്റെ കൊച്ചനോട് പറഞ്ഞു, ഉപ്പിച്ചി അത് നല്ല കഥയാണ്, അത് ഉപ്പിച്ചി ഏറ്റെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു പാവങ്ങളാണ് ഒരു സാധനം പറഞ്ഞു. അത് ഇദ്ദേഹത്തോടെ പറയുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞു. നമ്മളെ ഏറ്റെടുത്തു, ചെന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എടുത്തു. പിന്നെ ഞാൻ കുറേ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തൊരു സിനിമ ചെയ്തതാണ്. അപ്പം എനിക്ക് ഒരു വ്യത്യസ്തത തോന്നിയെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള അല്ല ഇത് മതി അല്ലേ, ഇത് മതി. അവർക്ക് ഔട്ട് കറക്റ്റാണ്. അവിടെ ഇപ്പം വേറെ ഓഡിയൻസ് ഒന്നും ഇല്ല കേൾക്കാം. അവർക്ക് ഔട്ട് കറക്റ്റാണ്. എൻ്റെ ഏരിയ ഇതില്ല, ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വിത്ത് വൈൻഡറാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയാൻ വേണം മൈക്കിനെ കുറിച്ച്. പിന്നെ മൈക്ക് കൊണ്ടല്ലേ ജീവിച്ചു വന്നേ. മൈക്ക് അവിടെ പിടിക്കണം എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും. എന്താണേലും എനിക്ക് അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ് ആവശ്യം, അതായത് ഒരു ആക്ടറെ ബുദ്ധിമുട്ടിക്കുന്ന ഇടപാടൊന്നും ചെയ്തില്ല. കാര്യം വെച്ചാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ റേഞ്ചിൽ നിന്ന് ആ റേഞ്ചിൽ നിന്ന് മുന്നേറില്ല. അതൊക്കെ ഞാൻ സംസാരിച്ച് പോയതാണ്. ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് ഈ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യമുള്ള കാര്യം പറയും, അത് മാത്രം എടുത്താൽ മതി. അത് ഒരു ആക്ടറുടെ അടുത്ത് നിന്ന് മാത്രമല്ല, DOP അടുത്താണേലും സാറേ എനിക്കത് മതി, എനിക്ക് പിന്നെ ഒത്തിരി വേണ്ട അത് എന്നൊക്കെ പറഞ്ഞ് എടുത്ത ഒരു പടം. അപ്പോൾ എനിക്ക് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ കഥ കേൾക്കുന്ന ഒരു വലിയ സംഭവമൊന്നും എനിക്ക് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പള്ളേനൊക്കെ കേട്ടിട്ട് പിന്നെ ചോദിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ ചോദിച്ചു പോയി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന പോലെയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു പ്രത്യേകതയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അത് എനിക്ക് തന്നെ എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ സത്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ സിനിമ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇതിൻ്റെ എന്താണ് എന്നെ അങ്ങോട്ട് വിട്ടു, എൻ്റെ ഭാര്യയായിട്ട് ചേച്ചി ചേച്ചി എന്നല്ല അവിടെ ഞങ്ങൾ സുഹൃത്ത് ഇനി അത് പറഞ്ഞ് ചേച്ചിനോട് ചെന്ന് പറഞ്ഞിട്ട് അമ്പിളി എന്നാണ് പേര്. അപ്പം ഇവർ കട്ടയ്ക്ക് നിന്ന്
അറിയാലോ, നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആളൊന്നുമല്ല. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ കൂടി ഞങ്ങൾ എന്തൊക്കെ ഇദ്ദേഹം ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് പാലക്കാട് വേറൊരു സിനിമ നടക്കുന്ന സമയത്ത് തന്നെ കുറേ കട്ടിങ്സും ഉണ്ട് ഇദ്ദേഹം കാണിച്ചു തന്നെ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു വല്ലാത്ത ഒരു അനുഭവം എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇതെന്താ ഈ കാണിച്ചു വെച്ചേനെ, ഇതെങ്ങനെയാണ്, ഇതെന്താ അത് എന്നൊക്കെ എനിക്കൊരു സംശയം ഒക്കെ ആയിട്ട് എനിക്ക് അടക്കോട്ടെ. കാരണം വെച്ചാൽ 20 കൊല്ലമായി സിനിമ കണ്ടിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള 10-20 കൊല്ലം ആറാവും. ഞാൻ സിനിമ കാണാത്ത ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പലവരും കൊണ്ട് കട്ടിപ്പിച്ചും കാണിക്കുക കാണുന്നതുകൊണ്ട് ഞാൻ ഒരു വല്ലാത്ത ഒരു സംഭവത്തിലേക്ക് എന്താണെന്നുള്ള കാര്യം ഇതിൻ്റെ ഔട്ട് സിനിമ കണ്ടാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ക്ലൈമാക്സ് വരെ പറയുകയാണെങ്കിൽ സാറിനെ പറ്റുന്നിരിക്കും. ദൈവത്തെ ഓർത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ കാണും എങ്കിൽ ടിക്കറ്റ് എടുത്തേക്ക് ഒന്ന് തിയേറ്ററിൽ നിന്ന് കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാവും. അങ്ങനെയൊക്കെ പറയാണ്ടൊക്കെ പൈസ ചെയ്യുന്നില്ല ആൾക്കാർ. പൈസ ഇല്ലാത്തവരോട് സിനിമയെന്ന് കാണാൻ പറയും. ഒരു അപേക്ഷ വയ്ക്കാം, അപേക്ഷിക്കുന്നു. നല്ല സിനിമ, കാരണം ഒരു വെറൈറ്റി സിനിമയാണ്, വെറൈറ്റിയാണ്. ഒരു സംഭവം ഉണ്ട് അതിനകത്ത് കാണും. അപ്പോൾ നമ്മൾ പറഞ്ഞ പിള്ളേരുടെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാവും. ഞാൻ എൻ്റെ വൈഫ് അമ്പിളിക്കുന്ന കൈമാറിയാൻ പറ്റാം ബൈക്ക് വള്ളംകളി പോലെ. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സീൻ 2 സീൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ പോലും സിനിമയെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു കഥയൊന്നും ഞാൻ പറയത്തില്ല, അത് ചേച്ചിയോട് ഒരിക്കലും ആ കഥ ഞാൻ പറഞ്ഞു തരത്തില്ല മുഴുവനും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കഥ അറിയാതെയാണ് ഞാൻ ഈ സിനിമയിൽ സിനിമയിൽ പറഞ്ഞതുപോലെയൊക്കെയാണ് ചെയ്തത്. പേര് എൻ്റെ സിനിമയിൽ അമ്പിളി എന്നാണ് പേര്. ഇപ്പം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് എന്താണോ ആ ഒരു മൂഡായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ പോർഷനൊക്കെ അങ്ങനെയാണ്. ഈ പ്രഭാകര മോനെ ഭയങ്കര സ്നേഹിക്കുകയും ഒപ്പം അടക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു ആളായിട്ടായിരുന്നു, ഒരു ഭാര്യയായിട്ടായിരുന്നു ഞാൻ ഈ സിനിമയിൽ. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ദിവസം തുടർച്ചയായിട്ടൊരു സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. എനിക്കതിൽ അപ്പോൾ ഈ ഇക്കായെക്കുറിച്ച് എല്ലാവരും പറയും എന്നോട്, ഇക്കയുടെ നായികയായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ചൂടനാണ്. അപ്പം നമ്മളൊക്കെ തെറ്റിക്കുവാണ്, 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് തെറ്റിക്കുവാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടുമെന്നൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ആദ്യമായിട്ട് ചെയ്യല്ലേ. എവിടുന്നോ സൈഡിൽ നിന്നൊക്കെ പാര വരുന്നുണ്ട്. എനിക്ക് പാരയൊന്നും സത്യം. ഞാനപ്പോൾ അങ്ങനെ ഭയങ്കര പേടിച്ചിട്ടാ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ നല്ലതായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം, എങ്ങോട്ട് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ സത്യത്തിൽ എനിക്ക് കിട്ടിയ പിക്ചർ എത്ര വേറെയായിരുന്നു ഞാൻ വിചാരിച്ചു. എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും ഈ 2 പുള്ളിക്ക് ഒട്ടും സമയമില്ലാത്ത ആളാണ്. അതുകൊണ്ട് 2 പ്രാവശ്യത്തിന് കൂടുതലൊന്നും തെറ്റിക്കരുത്, 2 ടേക്ക് എടുത്തിട്ട് പിന്നെ പുള്ളിക്ക് ദേഷ്യം വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. വിഷ്ണുവിനോട് എപ്പോഴും പറയും, ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി ഇങ്ങ് അഭിനയിച്ചാൽ മാത്രം, ചേച്ചി ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി, ഒരു പാടുമില്ല എന്നിങ്ങനെ പറയും. അപ്പം ഭയങ്കര ആത്മവിശ്വാസം. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണണം. ആ പാട്ട് പോലെ തന്നെ അത്രയും സ്വീറ്റാണ്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഭാഗം മൊത്തം അങ്ങനെയാണ്. ഭയങ്കര സന്തോഷം അത്. ആ പാട്ടിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെയാണോ ഇത്രയും നന്നായിട്ടൊക്കെ ഞാൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം വിഷ്ണു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സിനിമ മുഴുവനും അങ്ങനെയാണ്, ഭയങ്കര സസ്പെൻസാണ്. അപ്പോൾ ചേച്ചി ഉറപ്പായിട്ടും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എന്നോട്. ഞാനും സിനിമ കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലിരിക്കുക. കാരണം എനിക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡയറക്ടർ വിഷ്ണു രവിശക്തിയുടെ കഥയ്ക്ക് വിഷ്ണു ഞാനും കൂടെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. ഇതിൽ ബേസിക് വോയറിസം എന്നുള്ളൊരു സംഭവം കിടപ്പുണ്ട്. ഈ തലമുറ ആപ്പ് ബേസ്ഡായിട്ട് ജീവിക്കുന്നവർക്ക് ഈസി ഗോയിങ് ആയിട്ട് കിട്ടുന്നൊരു കാര്യത്തിന് സ്ഥിരം പോകാത്തൊരു വഴിയിലേക്ക് ആയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ ചെയ്തിരുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം ഭാവം സ്ക്രിപ്റ്റിനേക്കാളും മുകളിലേക്ക് വിഷ്ണുവിൻ്റെ ക്രിയേറ്റീവ് റിഫ്ലക്ഷൻ കൊണ്ട് അതെല്ലാം നല്ല രീതിയിൽ അത് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിട്ടാണ് പറയേണ്ട കാര്യങ്ങൾ.
ഇപ്പോൾ കൂടുതൽ അവകാശമൊന്നും പറയാനില്ല. ഇത് വർക്കൗട്ടായിട്ടുള്ള ക്രിയേറ്റീവ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെയാണ്. ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തതിനകത്ത് ഒരു വ്യത്യസ്തം ഉണ്ടായിരുന്നു. അതിനേക്കാളും വ്യത്യസ്തമായിട്ട് രീതിയിലേക്ക് സിനിമ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. താങ്ക് യു. ഇപ്പം എന്താണ് നമസ്കാരം. നമസ്കാരം. ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തു പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ജോണും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടി യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു വൈബായിട്ടുള്ള ഒരാളാണ്. കണ്ട ചോദിച്ചടിച്ചിട്ട് അതിൻ്റെ ക്ലൈമാക്സ് അല്ലേ എന്നാലോചിക്ക്. മണിച്ചിത്രത്താണ് സിനിമ കാണാനായിട്ട് കയറിച്ചില്ല. അത് കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണ ഒരു സുഖമില്ല. ആ നാഗവല്ലി ശോഭനാന്ന് എന്ന് പറഞ്ഞാൽ പോയില്ലേ പടം കൊണ്ടുവരും. ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും അമ്പിളിയും സത്യം പറഞ്ഞ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ പോർഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അത് തന്നെ നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നും പറഞ്ഞില്ല മാർട്ടിൻ വിക്കാറ്റിൻ്റെ പടം ഞാൻ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറിയിരിക്കാം. പള്ളിക്കൂടത്ത് തേവര കോളേജിൽ ഇരുന്നിട്ട് ഒരു കണ്ടത്തിൽ അതിനകത്ത് കോളേജ് കണക്കിൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അതേ ഉള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയാലും ഞാൻ കാണണമില്ല, ഞാൻ പടം കാണാനില്ലാത്ത ആളായതുകൊണ്ട് ഇത് തൊട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുക. അല്ല തമാശല്ല ഇത് തൊട്ടൊന്ന് തുടങ്ങിയാലോ ഇത് കാഴ്ച അങ്ങനെയൊക്കെയ. ഞാൻ ഒന്നും അറിയത്തില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ് അത് അതിൻ്റെ പോക്കങ്ങനെയാണ്. അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചാനലുകളൊന്നും ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല. എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ടാക്കി ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്ന ഡയറക്ടറായിരിക്കണം. അത് ഞങ്ങളുടെ ക്രൂസിന് കംപ്ലീറ്റ് ജോലിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി നല്ല അന്വേഷണം കിട്ടി, അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്ന ഒരു മര്യാദ പടമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക, ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കി ഒന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ളൊരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെ അല്ലേ ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. സത്യം പറയാം, ഉള്ള കാര്യം പറയാം. ആരൊക്കെ ഇനി വിമർശിച്ചാലും കാര്യമില്ല. പിന്നെ അതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം, നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും, മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായി പോകും. അതാണ് സത്യസന്ധതയില്ലാത്ത പൈസയ്ക്ക് പൊട്ടലും ചീറ്റിലും കാണും. അപ്പം നമുക്ക് അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ കുഞ്ഞു പടമായത്, പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ ഇതിനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് കണ്ടിട്ട് ഇന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് എന്നുള്ള ആളാണെന്നറിയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെയൊരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ഇരിക്കുന്നത്. ഞാൻ ആ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എബി എന്ന് പറഞ്ഞതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചാനലും ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ജല്ലിക്കെട്ടോ അവിടെ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറുമൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്ന കേട്ടോ. നമുക്കെല്ലാ പടവും വിജയിക്കണം. ഞങ്ങളുടെ പടം വിജയിക്കണം, മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കുന്ന രീതിയിൽ. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചോ.
ഞാൻ അനുഭവിച്ച ആളാണ്. എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലയെ കൊണ്ടുപോയി ജാഫർ ഇടുക്കി അതിനകത്ത് നിരപരാധി എന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലോ, ചരിത്രമൊക്കെ അറിയാമല്ലേ, എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുള്ളൂ. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ നിറക്കി വിട്ടാൽ മതി. നമുക്ക് വേറെ ജോലിയില്ല, നമ്മൾ അഭിമാനമുള്ളവരില്ല, അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് ഈ പടം അങ്ങോട്ട് ഈ സാറങ്ങോട്ട് തരും. അപ്പം നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൈമാറണം? ഡയറക്ടർ കൈമാറണം. ഓക്കെ. അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി ജീവിച്ചാൽ മാത്രം മതി, അല്ലാതെ ഇതിൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ കുറിച്ച് കഥ പറയില്ല. അത് കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ. ചോദ്യമാണ് ഒന്ന്, ഈ ഇങ്ങനെ ഈ കഥ മുഴുവൻ പറയാതെ ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്തൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, നീ ആരെ കിളിഹിരി എന്നൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളതൊന്ന് പറയാമെങ്കിൽ. ഇല്ല, വലിയ കോൺഫിഡൻസിൻ്റെ ഇതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, നല്ല കിട്ടില്ല നടീന്നുള്ളവന്മാരാണ് അവരെല്ലാവരും, മനസ്സിലായില്ലേ. അവരിനോടൊപ്പം സഹകരിക്കുകയാണ് ചെയ്യുന്നത്, കൃത്യമായിട്ട് പറഞ്ഞാൽ. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പം ഞാൻ ബ്ലസ്സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ചില രീതികൾ, ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കി. അതായത് മൊത്തമായ കഥ പറയുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും വരുന്നത്. അവർക്ക് അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. വേറൊരു തരം ജാഫർക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ആരെ കിളിയടി എന്നുള്ളത് നമ്മളൊരു സോങ്ങിൻ്റെ വരിയാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ല, അതിനാണ് അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ ആ സോങ് റിലീസായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ പരിപാടിയാണ്. 5-ാം തീയതി റിലീസ്. തീർച്ചയായിട്ടും ഇതിനിപ്പോൾ ഞാൻ രഞ്ജിസാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസ്സാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, പിന്നെ എല്ലാം ഒരുപാട് സമയത്തോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടുക്കിക്കാരുടെ സിനിമയാണ്. ആണോ? ഇടുക്കിക്കാരൻ്റെ സിനിമയിലെ ഞാൻ മാത്രമല്ലേ ഇടിക്കുള്ളൂ. അമ്പലി ഇടുക്കി, പക്ഷേ ഇവർ വേറെ സ്ഥലമില്ല. ജോണറോ? അല്ല, അങ്ങനെ ഇപ്പോൾ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ്. ഒരു ദിവസം പലതരം മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ മാറ്റി അങ്ങനെയാണോ പരിപാടി? അതങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നത് മാറി നിന്നിട്ട് ഭയങ്കര ചൂട് ഞങ്ങൾ പേടിച്ചു പോയി. ശരിക്കും എത്ര പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വാങ്ങാളിയാ നമ്മളങ്ങനെയല്ലേ എല്ലാവരുമായിട്ട് പോകണ്ടേ. പിന്നെ ഈ സിനിമയിൽ ഞങ്ങളൊക്കെ ഒന്നും കാണിക്കണേ, ഞങ്ങളൊക്കെ പാവങ്ങളാന്ന്. അജീഷ ഉണ്ട്, തിങ്കളാഴ്ച നിശ്ചയത്തിലെ. അർപ്പിതുണ്ട്, പിന്നെ സുയ എന്നൊരു കുട്ടിയുണ്ട്, ന്യൂ നോർമലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജോയി അറക്കുളം, അതേപോലെ വന്നിട്ട് പോയി. അറക്കുളമുണ്ട്, കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ, അങ്ങനെ കുറച്ച് നല്ല കിടിലം ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊക്കവും എല്ലാം മരുന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞേൽപ്പിച്ചു എല്ലാം. അതൊരു സാധനം പറഞ്ഞോട്ടെ, അത് പറഞ്ഞതാ കലാഭവമണി. ദൈവമേ, ഇപ്പോൾ ഓർത്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ പുള്ളി ഇങ്ങനെ എൻ്റെ മീശയിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് തന്നെ പറഞ്ഞു, എഫ്രേ നിൻ്റെ ഒരു കടച്ചക്ക നിന്നേ. അതിനുണ്ട് ഒരു കടച്ചക്ക എന്ന് പറയാം. കടച്ചക്കയുള്ള സീസൺ അല്ലാതെ. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, കടച്ചക്കയോ? നിൻ്റെ ഭാവിയിൽ എണ്ണ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ കൂടുതൽ ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഈ ചാർജിൻ്റെ വള്ളിയില്ലേ, ചാർജ് ചെയ്യണ കേബിളില്ലേ, അത് സി കേബിളും ആ കേബിളും ഈ കേബിളും മറ്റേ കേബിളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുടിലുണ്ട്, കത്രിയുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും. അപ്പോൾ പിന്നെ ചോദിച്ചാൽ പിന്നെ കൊടുക്കും. അപ്പോൾ ചുമ്മാ പുള്ളി ഒരു കടച്ചക്കാരാവോ അന്ന്? അത് പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ ഇനി എന്താ പറയണേ? വളരെ റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. സീരിയസ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും സീരിയസ് അല്ലല്ലോ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റേത്.
പിന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതിനു മുമ്പും സംസാരിച്ചിട്ടുള്ളതല്ലേ, അപ്പോഴൊക്കെ അന്ന് ഞാൻ പറയുകയും ചെയ്തു, നമ്മളെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നവർ ആഗ്രഹിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഈ സിനിമയിൽ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്, ശ്രീകാന്തേട്ട ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് സമ്മതിക്കുകയാണെങ്കിൽ. കാരണം വളരെ ചെറിയൊരു സിനിമയാണ്. ബൈ ഓൾ മീൻസ് ഞങ്ങളിതൊരു ഒരു കുടുംബം പോലെ ഒരു വീട്ടിലൊക്കെ താമസിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ബജറ്റും ഒക്കെ നമ്മളെ വളരെ കൺസ്ട്രെയിൻഡ് ബജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ശ്രീകാന്തേട്ടൻ ചെയ്ത് നമ്മോടൊപ്പം നിന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ശ്രീകാന്തേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുള്ളൊരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആണ് ഇതിലെ കഥാപാത്രം. എനിക്ക് തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു ലീനിയൻസി കിട്ടി. അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യണം, എന്നെ ജാഫർക്ക് ഇടിക്കുമെന്നറിയില്ല. എനിക്ക് കുറേ കൂടി ഞാൻ 2-3 വട്ടം ചോദിച്ച് ഞാൻ ചൂഴ്ന്നെടുത്തു. ഇതെന്താണ് പരിപാടി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതായത് എത്രമാത്രം തയ്യാറാണോ അത്ര കണ്ട് സിനിമയുടെ മുഴുവൻ ഫ്ലോ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് 2-3 വട്ടം ഫോണിൽ ചോദിച്ചു. ഫോണിലാണ് സംസാരിച്ചത്. ആ കോവിഡ് ടൈമിലൊക്കെയാണ്, അപ്പോൾ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ മാക്സിമം എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഭിനയിച്ചത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ സിനിമയുടെ മുഴുവൻ കഥയും അറിയാം, പക്ഷേ ഞാൻ പറയില്ല. ഡയറക്ടർ ഇത് അതും അങ്ങനെയാണല്ലോ, അതൊരു അവിഹിത ബന്ധം, ഡയറക്ടറായിട്ടുള്ള ബന്ധം നല്ല ബന്ധമല്ലേ. അങ്ങനെയൊക്കെ ജാഫ്രിക്കയുടെ പ്രശ്നം 150 പടം ഉണ്ടെങ്കിൽ 151 സിനിമയിലും പോയി അഭിനയിക്കും, എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും. നമ്മളതല്ല, നമ്മളൊരു സിനിമ നമുക്കങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായത് സന്തോഷം. ജാഫ്രിക്ക എന്ന് പറയുമ്പോഴേ ഇപ്പോൾ സാർ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു, ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫ്രിക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷൻ വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ? എനിക്കാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാദം കഴിഞ്ഞു പോയില്ലേ. പിന്നെ നമ്മൾ ഏത് വിവാദത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഇതിലുള്ള പോകില്ല. സത്യം വേണം അതിനകത്ത്. എന്നാലും ഞാൻ കുറച്ചും പറഞ്ഞില്ല, സത്യം വേണം. പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ സത്യമാണ് ഈ പറഞ്ഞത്. എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി, നുണ പരിശോധന, നാർക്കോ അനാലിക്ക്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാമല്ലേ. 54 വയസ്സായി എനിക്ക്. ഇപ്പം മുട്ടിനൊക്കെ പെയിൻ തുടങ്ങി. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണികൾ പറയും കൂടെ പോവുള്ളൂ. ആരെങ്കിലും പറഞ്ഞു അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ നമുക്ക് അതിന് എടുപ്പത് പണിയില്ല മോനെ. നമ്മൾ അയൽവക്കത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കണം. അത് തന്നെ കൊള്ളുള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതിന് എന്തെങ്കിലും അരിയും മത്സ്യം മേടിച്ചു കൊടുക്കുക. തൊട്ടയൽവക്കത്ത് വീട്ടിൽ പട്ടിണി നടക്കുന്നത് തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ലോ. അവിടെ പട്ടിണിയുണ്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ കേട്ടാൽ ഇവിടെ മുകളിലില്ല. കേരള തസ്റ്റിൽ ചെന്നപ്പോൾ ആരോ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. കേരള ചാനലിനോട് ചോദിച്ചു എന്തോ വലിച്ച് ഷൂ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തിൻ്റെ കേട്ടിന്ന് ഇവിടെ കേട്ടിട്ട് ഇവിടെ പറഞ്ഞു വിട്ടാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെയൊന്നും നമ്മളില്ല. അതിന് കൊള്ളൂലാത്തതൊന്നും നമ്മൾ കഴിക്കല്ല. നല്ലോണ്ട് പറയാം. മോൻ പറയാം എവിടെയെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം. 1000 രൂപ കൊടുക്കും. അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. വേറെ എന്നാ നമ്മുടെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്കോമുറി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു എന്നാ മാങ്കോമുറി. ഒരു മാങ്ങ എടുത്തിട്ട് 4 ആട്ട് കീറിട്ട് അതിൽ ഒരു മുറി, അതാണ് മാങ്കോമുറി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാങ്കോമുറി. അപ്പം മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ. ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാനല്ല. ഞാനൊരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി അന്ന് നിർത്തി. എന്നെ മോള് കൈകാര്യം ചെയ്യണം. അപ്പം മോളിനോട് ചോദിച്ചു എന്നാ കുറിച്ച് മാങ്കോ മറി എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. ആ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അപ്പോൾ അത് ചോദിച്ചു അത് എന്നാ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേ പിള്ളേരോട് അങ്ങനെ പറയുന്നുണ്ട്. ഇവരോട് അങ്ങനെ എന്നിട്ട് എന്നറിയാം മാങ്കോ മറി
ചേട്ടാ അതെ ഞാൻ തിരക്കില്ല, അത് ഞാൻ ഒരു കാര്യം ചെയ്തതേ ഉള്ളൂ, ഞാൻ ചമ്മണ്ടല്ല. അന്ന് ഞാനിത് പിള്ളേരോട് പറഞ്ഞു, തച്ചിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 4 ആക്കി ഒരു മാങ്ങ എടുത്തിട്ട് 4 ആക്കി കീറുക, ഒരു മുറി മാറ്റി വയ്ക്കുക, ആ ഒരു മുറിയാണ് മാങ്കോ മുറി. അതേ എനിക്കറിയാവുള്ളൂ. പക്ഷേ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനറിയാം, പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിനറിയാം, പിന്നെ എഴുതിയ ഇദ്ദേഹത്തിനറിയാം, ദൈവം തമ്പുരാനും അറിയാം. 4 പേർക്ക് അപ്പം മാങ്കോ മുറി അറിയുള്ളൂ. അങ്ങനെ മണമ്പൂര് ഇവരെന്നെ അല്ലെങ്കിൽ എന്ത് വിളിച്ചു വന്നു അഭിനയിച്ചു, അങ്ങനെയല്ലേ, അത്രയല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾ പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒന്ന് പൊളിച്ചടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് 150 സിനിമകളിൽ അഭിനയിച്ചത്. അപ്പം അതൊരു വലിയ എത്ര സിനിമ കുറേ സിനിമകൾ എത്രയാന്ന് പറയുമ്പോൾ അളവെത്ര പറഞ്ഞു എണ്ണം 200 കഴിയട്ടെ, 250 കഴിയട്ടെ, എണ്ണിക്കോളൂ കേട്ടോ. എന്നെ തിട്ടപ്പെടുത്തില്ല. അപ്പോൾ കറക്റ്റ് അറിയാം. അത്രയൊന്നും അല്ല കേട്ടോ, അതിനൊക്കെ മുകളിൽ ഒത്തിരി പോയി പറഞ്ഞു ഊഹം. അപ്പം അത്രയും സിനിമകൾ മലയാള സിനിമയിൽ എല്ലാ സീനിയേഴ്സുമായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ, അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണേൽ ഡിമാൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഒരു സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടൊരു ആക്ടറാണ് താങ്കൾ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വേണം കരിയറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറായിരുന്നു. വേണമെന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടർ, ഒരു സീനിയർ ആക്ടറാണ് താങ്കൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും പോവാതെ എനിക്കിത് ഇങ്ങനെ ഒരു ജീവിതം മതിയാക്കുന്നത്? കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടുള്ളൂ. അതാണ് ഒറ്റത്രേ ഉള്ളൂ. കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടും. എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിട്ടുണ്ട് പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആളുമായിട്ടാണ് ബന്ധം. എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ്. അല്ലാതെ ഈ അവിടെ ഇവിടെയും കിടന്ന് ആരെങ്കിലും കൂടെ കുറച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ജാഫർ. അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കാൻ വിശ്വാസമുള്ളവർക്ക് അത് നമുക്ക് വിധിക്കപ്പെടും. എനിക്ക് എൻ്റെ അന്നത്തെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നേ. ഈ പിടിച്ചു പറിച്ച് മേടിക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ ആരോടും ചാൻസ് ചോദിക്കുന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരെ ഒന്നാമത് വെള്ളത്തിലെ കൊമളയാണ് ഈ ആർട്ടിസ്റ്റുകൾ, സിനിമാക്കാരും ഒക്കെ ആയിട്ട്. അത് കുറേ ആൾ ഇങ്ങനെ കറങ്ങി നടക്കും. അത് പൊട്ടിപ്പോയതാണ്. അതിന് പുറകിൽ കുറേ കൊമളകളൊന്നും വരും. അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം. നമ്മളിലും കഴിവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട്. ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എത്തിപ്പെടുത്തുന്നില്ല. എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത്, അങ്ങനെ പറയും. അതാണ് അമ്പിളി പറഞ്ഞില്ലേ, എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ ദൈവത്തിനാണ് സത്യം കിട്ടും. ഞാനിപ്പോൾ കേൾക്കുക ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റവരൊക്കെ ഉണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവർ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പോകാറുണ്ട്. നിശ്ചയം ദൈവമാണ്, അത് വിശ്വസിച്ച് പോകുന്ന ആ ആളെ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകരലാണ്. അത്രയുള്ള എൻ്റെ മറുപടി. അതായത് ഞങ്ങളുടെ പടം കാണണം, എൻ്റെ തകർച്ചയും ഇതൊന്നും അല്ല. അവരുടെ സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ, ആ സാധനം എന്നെ അതൊന്ന് നോക്കാം. അത് നല്ല പഴുത്താണോ ഉപ്പുള്ളതാണോ പുളിയുള്ളതാണോ? ലാലി മേളത്തിന്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് ഹാഫ് ചോദ്യം, സെക്കൻഡ് ഹാഫ് ഉത്തരം. മാങ്കോ മുറി ജനുവരി 5-ന്. ഇത് തന്നെയാണ് അതിൻ്റെ അല്ലേ? കാരണം നിർത്താമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ഇക്കയാണെങ്കിലും ശ്രീകാന്തേട്ടനാണെങ്കിലും സിബി സാറാണെങ്കിലും ബിനിച്ചേട്ടനാണെങ്കിലും ഇവരെല്ലാവരും വളരെ മനോഹരമായി സഹകരിക്കുന്ന ആളാണ്, ലാലി ചേച്ചി ഉൾപ്പെടെ. അപ്പോൾ നേരത്തെ ഇക്ക അവിടെ പറഞ്ഞൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ഒരു തരത്തിലും എനിക്ക് പുള്ളി കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് വരും. പുള്ളി ഒന്ന് കണക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി നമ്മളെ കൊണ്ടൊരു പോക്കാം, മനസ്സിലായില്ല. അപ്പം അത്തരത്തിൽ ജാഫ്രിക്കയുടെ ഒരു പ്രകടനം ഇതിൽ കാണാൻ കഴിയും.